നമസ്കാരം. PSC ECE സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 122/2024 LD ക്ലർക്ക് ആലപ്പുഴ പാലക്കാട്. ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ചോദ്യപേപ്പറിലെ 75ാമത്തെ ചോദ്യം വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അടുത്ത ചോദ്യം, ഉചിതമായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. മാർക്കിന് PDUN എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ SCOR അതിനെ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നെന്നുള്ളതാണ്. മാർക്ക് അതിന് PDUN. അപ്പം നോക്കുക, എം എന്നുള്ളത് NOP, 2 ആൽഫബറ്റ്സ് ശേഷം. ഇനി A, BCD. ഇനി R കഴിഞ്ഞ് യുവിലേക്ക് പോകാൻ RSTU. ഇനി K മുതൽ N വരെ KLMN. അപ്പോൾ 2 ആൽഫബറ്റ് കഴിഞ്ഞിട്ടുള്ള ആൽഫബറ്റാണ് കോഡായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ഇനി ചോദിച്ചിരിക്കുന്നത് സ്കോർ. അപ്പോൾ S കഴിഞ്ഞാൽ TUV. ഇനി C കഴിഞ്ഞാൽ DEF. O PQR. R കഴിഞ്ഞാൽ STU. VFRU എന്നുള്ളതാണ് ഉത്തരം. ആൻസർ ഓപ്ഷൻ ബി, VFRU. ഇനി അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 2, 3, 4, 5. ഇവിടെ 2, 3, 5 ഇതെല്ലാം അഭാജ്യ സംഖ്യകളാണ്, അഥവാ പ്രൈം നമ്പേഴ്സ്. 4 മാത്രമാണ് ഒരേ ഒരു ഭാജ്യസംഖ്യ, അഥവാ കോമ്പോസിറ്റ് നമ്പർ. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് 4ആണ്. അതുകൊണ്ട് തന്നെ ഉത്തരം ഓപ്ഷൻ സി 4. ഇനി അടുത്ത ചോദ്യം, 2 സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 ആയാൽ ചെറിയ സംഖ്യ ഏത്? 2 സംഖ്യകൾ ഉണ്ട്, ഒന്നാമത്തേതും രണ്ടാമത്തേതും. ഇതിൽ ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ 5 ഇരട്ടി. അപ്പോൾ രണ്ടാമത്തേത് x ആണെങ്കിൽ ആദ്യത്തേത് 5x. ഇനി രണ്ടും കൂടി കൂട്ടിയാൽ, അതായത് 5x + x = 96. 6x = 96. 5x + x എന്ന് പറഞ്ഞാൽ 6x ആണ്. അപ്പോൾ x = 96 ÷ 6, അതായത് 16. ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ചെറിയ സംഖ്യയാണ്. ഇവിടെ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ x, അതായത് 16. ആൻസർ ഓപ്ഷൻ എ 16. അടുത്ത ചോദ്യം, ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും 300 മീറ്റർ തെക്കോട്ട് നടന്നു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് അതായത് 300 മീറ്റർ തെക്കോട്ട് നടന്നു. ആദ്യം ഞാൻ ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. വടക്ക്, തെക്ക്. ഇനി ഇത് കിഴക്ക്, പടിഞ്ഞാറ്. അപ്പോൾ ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും തെക്കോട്ട്, അപ്പോൾ താഴേക്ക് 300 മീറ്റർ, തെക്കോട്ടേക്കെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് 300 മീറ്റർ നടന്നു. നടന്നു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ പോയ ശേഷം
അപ്പോൾ ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു. അപ്പം താഴോട്ട് നിൽക്കുന്ന ആളുടെ വലതും ഇടത് നോക്കുക. ഇടത്തോട്ടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ്. ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് 100 മീറ്റർ പോയ ശേഷം, അപ്പോൾ ഇവിടം വരെ ഇപ്പോൾ എത്തിയെന്ന് വയ്ക്കുക. 100 മീറ്റർ പോയ ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ച്, അപ്പോൾ ഇവിടെ നിന്നും വലത്തോട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും താഴോട്ടേക്ക്, അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇവിടെ 200 മീറ്റർ സഞ്ചരിച്ച ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നാൽ അയാൾ വീട്ടിൽ നിന്നും ഏത് ദിശയിൽ എത്ര അകലെയാണ്? അപ്പോൾ ഇവിടെ നിന്നും വലത്തോട്ടെന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് 100 മീറ്റർ. അപ്പോൾ ഇതിന് സമാന്തരമായി തന്നെ 100 മീറ്റർ. ഇപ്പോൾ ഇവിടെയാണ്, ഇതാണ് ഫൈനൽ പോയിൻ്റ്, ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതെത്രയാണ്? ഇത് നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിന് സമാന്തരമായി 200-ന് സമാന്തരമായി വരുമ്പോൾ ഇതും 200. അപ്പോൾ ഇത് ടോട്ടൽ ഇത്രയും 300 + 200, അതായത് 500 മീറ്റർ തെക്ക് ഭാഗത്തേക്ക്. ഇവിടെ ഇതെന്ന് പറയുമ്പോൾ എന്തേ നമുക്കിവിടെ കാണാം, താഴോട്ടേക്കുള്ള ഈ ഭാഗത്തോട്ട് നോക്കിയാൽ താഴോട്ടേക്ക് പോകുമ്പോൾ തെക്കാണ്. അപ്പോൾ തുടങ്ങിയിടത്തു നിന്നും താഴോട്ടേക്ക് തെക്ക് ഭാഗത്തേക്കാണ് 500 മീറ്റർ തെക്ക്. ആൻസർ ഓപ്ഷൻ ഡി, 500 മീറ്റർ തെക്ക്. അടുത്ത ചോദ്യം, ക്ലോക്കിലെ സമയം 5:10 ആയാൽ പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും? അപ്പോൾ 11:60 - 5:10 ഇങ്ങനെയാണ് പ്രതിബിംബത്തിലെ സമയം കാണേണ്ടത്. 6ൽ നിന്ന് 1 പോയാൽ 5, 11ൽ നിന്ന് 5 പോയാൽ 6, അപ്പോൾ 6:50 ഇതായിരിക്കും പ്രതിബിംബത്തിലെ സമയം. 6:50. ഓപ്ഷൻ എ 6:50. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ കണക്ക് ചോദ്യങ്ങളിലെ ഉത്തരങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ URL, വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.